ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ എൻ്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്ത ഒരു വീഡിയോ ആണിത്. കാരണം വെച്ചാൽ ഒരു വലിയൊരു പാമ്പ്, ആ പാമ്പ് ഒരു അണ്ണാരക്കണ്ണൻ്റെ കുഞ്ഞിനെ ചുറ്റി വരിഞ്ഞിങ്ങനെ അതിനെ കൊല്ലാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും ആ അണ്ണാരക്കണ്ണൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് കേട്ടോ. ആ വീഡിയോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ അമ്മയായ ഒരു അണ്ണാരക്കണ്ണൻ ഓടി വന്നിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ പാമ്പിനോട്. തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ആ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ആ അമ്മ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമമില്ലേ, ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കി. എന്നിട്ട് പോലും ആ പാമ്പും ഈ അമ്മ അണ്ണാരക്കണ്ണനെയും കൂടി വരിഞ്ഞ് മുറുകി വല്ലാത്തൊരവസ്ഥയിലെത്തുന്നുണ്ട്. എന്നിട്ടും ആ ഒരു പാമ്പിനോട് ഫൈറ്റ് ചെയ്തിട്ട് തൻ്റെ പൊന്നോമനെ തന്നെ ഞാൻ തൊന്ന് പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ അമ്മ ആ അണ്ണാരക്കണ്ണൻ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം, ആ പാമ്പിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ആ അമ്മയുടെ ഒരു ശ്രമം, അതൊന്ന് കാണേണ്ട ഒരു വീഡിയോ കേട്ടോ. അത് കണ്ടവർക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കി എനിക്ക് ആ വീഡിയോ. ഞാൻ ഭയങ്കര ഒരു ടെൻഷനോടെയാണ് കണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയണേ എന്നൊരു വല്ലാത്തൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. എങ്കിലും ലാസ്റ്റ് ആ വീഡിയോയുടെ അവസാനത്തിൽ ആ അമ്മ അണ്ണാരക്കണ്ണൻ ആ കുഞ്ഞിനെ ആ പാമ്പിൽ നിന്ന് രക്ഷിച്ചു. അതൊരു ഭയങ്കര ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനെ രക്ഷിച്ച് സുരക്ഷിതമാക്കിയിട്ട് ആ അമ്മ അണ്ണാരക്കണ്ണൻ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് മരക്കൊമ്പിലേക്ക് ഓടിക്കയറുന്നൊരു വീഡിയോ. അതൊക്കെയല്ലേ അമ്മ. നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്നൊരു വാർത്തയില്ലേ, 3 വയസ്സുകാരിയായ ഒരു മകളെ, കല്യാണി എന്ന പേരുള്ളൊരു കുഞ്ഞു മോളെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നൊരു വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. ന്യൂസുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു വാർത്തയാണത്. കാണാതായ കുഞ്ഞിനെ കാണുന്നില്ലാന്ന് വാർത്ത ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിച്ചില്ലേ, ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടണം. നമ്മളുടെയൊക്കെ കുട്ടിയാണ് അവൾ. ഓരോ കുഞ്ഞുങ്ങളും ഇത്ര നിഷ്കളങ്കമായിട്ടാണ് അവർ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് 3 വയസ്സ് വരെ കുഞ്ഞിനെ പോറ്റി നമ്മളുടെ കള്ളത്തരങ്ങളും ചതിയും ഒന്നും അറിയാത്തൊരു പ്രായത്തിലുള്ള കുഞ്ഞ്, നിഷ്കളങ്കമായ പ്രായം. അമ്മയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ആ കുഞ്ഞിക്ക് അറിയില്ല. അതിനെടുത്ത് പുഴക്കരയിലേക്ക് നടക്കുമ്പോഴും അമ്മയുടെ നെഞ്ചോട് ചേർത്ത് അമ്മയുടെ ചൂട് പറ്റിക്കിടക്കുമ്പോഴും ആ കുട്ടി കരുതിയിരിക്കുന്നുണ്ടാവുക അമ്മയുടെ കയ്യിൽ ഞാൻ സുരക്ഷിതയാണ് എന്നല്ലേ. അംഗനവാടിയിൽ നിന്ന് ആ കുഞ്ഞിനെയും കൂട്ടി ആ സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു 35 വയസ്സ് മാത്രമേ ഉള്ളൂ. നടന്ന് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏത് നിമിഷം ഞാൻ ഇവളെ എറിഞ്ഞ് കൊല്ലുമെന്നൊരു മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടാവില്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ മനുഷ്യർ എത്രമാത്രം ക്രൂരന്മാരാണെന്നല്ലേ. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു അണ്ണാരക്കണ്ണൻ്റെ ഒരു കഥ ഞാൻ മുന്നേ പറഞ്ഞു. ഇത് നമ്മൾ മനുഷ്യരായ ഒരമ്മ 3 വയസ്സുള്ളൊരു കുഞ്ഞു മോളെ പുഴയിലെറിഞ്ഞ് കൊന്നൊരു വാർത്തയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മൾ മൃഗങ്ങളെ കണ്ടിട്ടല്ലേ പഠിക്കേണ്ടത്. എത്രമാത്രം ക്രൂരന്മാരാണ് നമ്മൾ മനുഷ്യർ. പണ്ടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ പറഞ്ഞത് മനുഷ്യരും മനുഷ്യമൃഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവരുടെ സ്വഭാവം ഒരു മനുഷ്യമൃഗമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഭയങ്കര തെറ്റാട്ടോ. ഒരിക്കലും പറയരുത്. നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റുകാർ. മൃഗങ്ങൾ അവരുടെ മക്കളെ അത്രമാത്രം സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നവർ, അവരുടെ മക്കളെ അവർ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥ, അണ്ണാരക്കണ്ണൻ്റെ കഥ. അണ്ണാരക്കണ്ണൻ സ്വന്തം കുഞ്ഞിനെ പാമ്പിൽ നിന്ന് രക്ഷിച്ച ആ അമ്മയ്ക്ക് അറിയാം, ഞാൻ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയ എൻ്റെ ജീവനും അപകടത്തിലാണ്. ചിലപ്പോൾ അമ്മക്കറിയാം ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണമെന്നൊരു ചിന്തയിലാണ് അമ്മ ഫൈറ്റ് ചെയ്തത് അല്ലേ. പക്ഷെ നമ്മൾ മനുഷ്യരോ 3 വയസ്സുള്ള കുട്ടിത്തം വിട്ടുമാറാത്ത നിഷ്കളങ്കമായൊരു എന്താ പറയുക, കിളിക്കാൻ പെട്ടീനെ കല്യാണി മോളെ ആ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നു. എന്താണ് മനുഷ്യർ ഇങ്ങനെ ചെയ്ത്? എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എത്ര ക്രൂരന്മാരാണല്ലേ. എൻ്റെ വീട്ടിലുണ്ട് അതുപോലത്തെ പ്രായമുള്ള മക്കളൊക്കെ. അവരൊന്ന് വഴക്ക് പറയുമ്പോൾ നമുക്ക് പറ്റില്ല, അവരെ കണ്ണെന്ന് നിറയാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. മക്കളില്ലാത്ത എത്രയോ അമ്മമാരില്ലേ. ഒരു കുഞ്ഞിക്കാലം കാണാൻ കൊതിച്ചിരിക്കുന്ന എത്രമാത്രം അമ്മമാരുണ്ട്. അവർക്ക് വേണ്ട ആർക്കും കൊടുത്തൂടെ കുട്ടികളെ? എന്തിനേ കൊല്ലുന്നു? ആ സ്ത്രീ 2-3 പ്രാവശ്യം പോലും ഈ കുട്ടി അതിന് മൂത്തൊരു കുട്ടീനോട് കൊല്ലാം ഐസ്ക്രീമിൽ വിഷം കൊടുക്കുന്നൊക്കെ ന്യൂസിൽ കണ്ടു. അങ്ങനൊരു സ്ത്രീയുടെ വീട്ടുകാർ എന്തിനാണ് ആ കുട്ടീനെ പറഞ്ഞു വിട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ദേഷ്യം വന്നിട്ടോ ആ വീഡിയോ കണ്ടപ്പോഴേ.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇടാൻ തന്നെ കാരണം. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, അതിൽ മുന്നേ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ 2 മക്കളെ വെള്ളത്തിലെറിഞ്ഞ് കൊന്നു, അവരും ആത്മഹത്യ ചെയ്തു, അതും കുടുംബ പ്രശ്നമാണ്. ഇതും കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. പക്ഷേ അവർ ആ കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞ് കൊന്നിട്ട് ഒരു ഭാവഭേദമില്ലാതെ അവരുടെ വീട്ടിലോട്ട് പോയി എന്നാണ് സത്യം. എങ്ങനെ അവർക്ക് സാധിച്ചു? അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നല്ലേ. നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ നിയമം ശരിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും മാത്രം ക്രൂരതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവർക്കറിയാം 1-2 വർഷം ജയിലിൽ കിടന്നാൽ പിന്നെ അവർക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ആ ഒരു ചിന്ത എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ക്രൂരത നടക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് കുഞ്ഞിനെ കൊന്നത് അവർക്ക് മാനസിക രോഗമാണ്, മനസ്സിന് തകരാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ശിക്ഷ കുറച്ച് കിട്ടും. ഇപ്പോൾ എളുപ്പമാണല്ലോ മാനസിക രോഗമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, പിന്നെ ശിക്ഷയില്ലല്ലോ. അവിടെ കോടതിക്ക് മുന്നേ അവർക്ക് ഇളവ് കിട്ടുമല്ലോ. ഇതൊക്കെ ഭയങ്കര മോശമാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ശിക്ഷാവിധികളൊക്കെ മാറ്റി വരണം അല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു മക്കൾ, ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞു മക്കളെ ഇതുപോലെയൊക്കെ ആറ്റിലെറിഞ്ഞിട്ടും വെട്ടിയിട്ടും കുത്തിയിട്ടും കൊല്ലും ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നില്ലേ. ഇതിനൊക്കെ ഒരു അവസാനം വേണം. സഹിക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ. നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഇതുപോലെ ഇങ്ങനെ എത്ര ഷോട്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുന്ന് ചിന്തിക്കണ്ട. മനസ്സിന് ഭയങ്കര വേദന ഉണ്ടാക്കി എനിക്ക്. എന്നുവെച്ചാൽ നമ്മളെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടല്ലോ, അവരൊക്കെ ഒരാളായിട്ട് നമ്മൾ കാണൂലേ. എല്ലാ കുട്ടികളും പൂക്കളെ പോലെയാണ്, എത്ര നിഷ്കളങ്കരാണ് അവർ. ആ അമ്മയുടെ കയ്യിൽ ആ തൊട്ട് മുന്നേ ആ കുട്ടിയെ സുരക്ഷിതമായി എറിയുമ്പോഴും വെള്ളത്തിലേക്ക് എറിയാൻ നോക്കുമ്പോൾ കുട്ടി അമ്മേന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അമ്മയുടെ വാക്കിൻ്റെ അർത്ഥമില്ലാതായില്ലേ. ആ സ്ത്രീയൊക്കെ ഒരു അമ്മയാണോ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ, എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഈ നമ്മളുടെ നാട്ടിലെ ശിക്ഷാ രീതികൾ മാറണോ, മാറിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? എല്ലാവരുടെയും എന്താ പറയുക, എനിക്കറിയില്ല എന്തൊക്കെയാണ് വരുമെന്ന്. എന്തായാലും വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ.